നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉണക്ക ചെമ്മീൻ എപ്പോഴും സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പോൾ ഉണക്ക ചെമ്മീൻ വെച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കും, മീനില്ലാതൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇന്ന് ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് ഒരു ഒലർത്താണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഉണക്ക ചെമ്മീൻ ഒലർത്ത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതെല്ലാം ഇവിടെ കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഉണക്ക ചെമ്മീൻ 1 കപ്പാണ് എടുത്തേക്കുന്നത്, ഏകദേശം 50 ഗ്രാം ഉണ്ടാവും. അപ്പം അത് ഉണക്കച്ചെമ്മീൻ ക്ലീൻ ചെയ്തപ്പോഴും ചൂടാക്കിയിട്ട് അതിൻ്റെ തലയും പാലും ഒക്കെ കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, അല്ലെങ്കിൽ ചതച്ച് വേണമെങ്കിലും ഇടാം. ഒരു 6 അല്ലി വെളുത്തുള്ളി ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞത്, ചുമന്നുള്ളി ഒരു 10 അല്ലി ചുമന്നുള്ളി സ്ലൈസ് ചെയ്തത്, കൂടാതെ ഇതിലേക്ക് ഒരു അരമുറി, ചെറിയൊരു മുറി തേങ്ങയുടെ അരമുറി തേങ്ങക്കൊത്തും കൂടെ ഇടും. ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിനിടാം. ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇപ്പോൾ. ഇനി പുളി, മീൻ പുളിയാണ്, നമ്മൾ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. ഒരു 2-3 കഷ്ണം പുളി ഇച്ചിരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, ആ വെള്ളത്തോടു കൂടെ തന്നെ ചേർക്കാം. അപ്പം ഇത് കുതിരാനായിട്ട് അല്ലെങ്കിൽ കുക്ക് ചെയ്യാനായിട്ട് ആവശ്യത്തിന് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്തത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് തിരുമ്മി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു 10 മിനിറ്റ് തിരുമ്മി വെച്ച ശേഷം കുക്ക് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അതിനകത്ത് വെള്ളം മൊത്തം പറ്റണം, അതുവരെ നമ്മൾ കുക്ക് ചെയ്യണം. ആ തേങ്ങാക്കൊത്തിനൊക്കെ ആ ചെമ്മീൻ്റെ ഒരു ഫ്ലേവറും ഇതിനകത്ത് ഇട്ടേക്കുന്ന സാധനങ്ങളുടെയൊക്കെ ഫ്ലേവർ വരും. അതുവരെ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ആദ്യം തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക, നല്ലൊരു തിള വന്ന ശേഷം തീ കുറച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് തീ കുറച്ച് അടച്ചു വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമായിരുന്നു. വെള്ളം മൊത്തം പറ്റിയിട്ടുണ്ട്. തേങ്ങാക്കൊത്തും നന്നായിട്ട് വേവണം, ചെമ്മീനും എല്ലാം നന്നായിട്ട് വേവണം. ഫുൾ ഡ്രൈ ആണ്. നമുക്കിത് ഒലത്തിയെടുക്കണം. ഇത് ഓഫ് ചെയ്യാം. ഒലത്താനായിട്ട് നമുക്കൊരു ചീനിച്ചട്ടി ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1.5-2 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ മതിയാവും. എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാനായിട്ടുണ്ട്. ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു 4 കഷ്ണം ചുമന്നുള്ളിയും കൂടെ എടുക്കാം. ഒന്ന് ചതച്ചെടുക്കുക. ഈ ചതച്ച വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ആദ്യം എണ്ണയിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീൻ്റെ മിക്സർ ചേർക്കാം. ഉള്ളിയുടെ ഒന്നും ഒത്തിരി നിറം മാറണ്ട, നല്ലൊരു മണം വന്നാൽ മതി. ഒരുപാട് മുക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി, കൂടുതൽ എരിവോ അല്ലെങ്കിൽ ഉപ്പൊക്കെ കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. എനിക്കൊരു പൊടിക്ക് ഉപ്പ് കുറവാണ്, കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്യുക. അതുപോലെ എരിവ് ആവശ്യത്തിനുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കുക. നമ്മൾ ആദ്യം ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരുന്നത്, ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് റെഡിയായി. നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല മണമാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത ഈ ചെമ്മീൻ ഒലർത്തിൻ്റെ റെസിപ്പി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് എൻ്റെ സിസ്റ്റർ-ഇൻ-ലോ മറിയ ഉണ്ടാക്കിയാണ്.
മറിയ ഉണ്ടാക്കിയത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉണക്ക ചെമ്മീൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ല എരിവോടാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പ്രിഫറൻസ് അനുസരിച്ച് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിപ്പം ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ ഇച്ചിരി നല്ല എരിവും പുളിയും ഒക്കെ നല്ലതായിട്ടുള്ള ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല മട്ടയരി ചോറിനോടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല വീഡിയോസിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.